ബില്ല് ബില്ലി ഹായ് ഹലോ നമസ്കാരം. ഇന്നൊരു യാത്രയാട്ടോ. രാവിലെ 6:45 ഉള്ളൂ. എല്ലാവരും എണീറ്റിട്ടുണ്ട്. ഇവളുമാരെയൊക്കെ ഞാൻ ഉറക്കത്തിൽ നിന്ന് കുത്തി വെക്കുക കേട്ടോ ചെയ്തത്. കുഞ്ഞു മണികൾ രണ്ടും ഉറക്കത്തിൽ നിന്ന് എണീറ്റതിൻ്റെ ക്ഷീണത്തിൽ നിൽക്കുക. ജോലിന് ഇത്തിരി ക്ഷീണമുണ്ട്, ജസ്റ്റ് ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട്, സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അതെ, ടിഷ്യൂ ഒന്ന് മാറ്റി വെക്കാനുള്ളൊരു ഇത് വന്നില്ല, വെളിച്ചം അപ്പോൾ ഉദിച്ചില്ല. അതാണ് ടിഷ്യൂ അവിടെ ഇരിക്കുന്നത്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. അതിനുള്ള ബോധവും വെളിച്ചമൊന്നും അപ്പോൾ വന്നില്ല. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. നേരം വെളുത്താലും വെയിൽ, പകലും വെയിൽ, അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ. എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താ നമ്മൾ എയർപോർട്ടിലോട്ട് പോകണമെന്ന് വെച്ചാൽ, അമ്മ നാട്ടിൽ നിന്ന് നമുക്കൊരു പൊതി കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അമ്മ കൊണ്ടുവന്നിട്ടേക്കല്ല, ഒരു കൊച്ചിൻ്റെ കയ്യിൽ അമ്മ ഇങ്ങോട്ട് ഒരു പൊതി കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മമ്മ സ്നേഹത്തോടെ കൊടുത്തു വിട്ടേക്കാണ്. അപ്പോൾ 100 സംശയങ്ങളായിട്ടോ ജ്വല്ലം ജേസിലും. അമ്മമ്മ വരുന്നുണ്ടോ, അപ്പാപ്പനാണോ, അമ്മമ്മ സാരി കൊടുത്തു വിടുമോ എന്നൊക്കെ ചോദിക്കുന്നത്. പല 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 ചോദ്യങ്ങളാണ്. കടല മിഠായി ഉണ്ടോ, കേക്കുണ്ടോ, ലോലിപ്പോപ്പ് ഉണ്ടോ എന്ന് വേണ്ട ഇതന്നെ ചോദ്യം. ചോദ്യങ്ങൾ കേട്ടാൽ ഇവിടെ ദാരിദ്ര്യമാണെന്ന് തോന്നും. പക്ഷെ അതുകൊണ്ടല്ല, അമ്മമ്മ അപ്പാപ്പനും കൊടുത്തു വിടുന്നതിന് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ തരുതരാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ജോലാണ് എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. എടാ മോനെ ഇപ്പം എത്തൂടാന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും എത്തുന്നില്ല എന്ന് അവൾമാർ ഈ പറയുന്നതെല്ലാം ഉണ്ട് കേട്ടോ. എന്താ അബദ്ധം പറ്റിയെന്നറിയോ, ഞാൻ അവൾമാർ പറയുന്നതെല്ലാം അതേപടി വെക്കാം, അതങ്ങനെ തന്നെ അങ്ങ് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് കരുതിയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് പോകണം കേട്ടോ. ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ കണ്ടുകൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഫുള്ള് ഫ്ലൈറ്റൊക്കെ കണ്ട് പോവാണ്. അതെന്നാന്ന് വെച്ചാൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ മറന്നുപോയി. പാട്ട് വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിടാൻ പറ്റാത്ത അവസ്ഥ. അതാണ് ഞാനിപ്പോൾ ഈ ഓൺ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും. അല്ല, ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടോ, ഇവിടെ എത്തുമ്പം നല്ല ഭംഗിയാട്ടോ. ആ എയർപോർട്ടിൻ്റെ ഒരു മോഡലൊക്കെ കാണിക്കുന്ന കേട്ടോ. ഇത് തുടക്കത്തിൽ തന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഊഹം. ഇത് കണ്ടോ പോണേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ എത്തി മക്കളെ, എത്തി നമ്മൾ. ഇതാ കാണുന്നു. എനിക്ക് അകലെ നോക്കുമ്പോഴേ നല്ല വലിയൊരു മല കാണുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ തോന്നും. ഈശ്വരാ, ഈ വീഡിയോ രഞ്ജിത്ത് കാണുമ്പോൾ പറയും എന്തൊക്കെ മണ്ടത്തരങ്ങളാടി പറഞ്ഞേക്കുന്നതെന്ന്. അല്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം. ഞാൻ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അമ്പോ ഇടൂ എന്നൊക്കെ അങ്ങോട്ട് തോന്നും. പക്ഷെ അകലെ വെച്ച് കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. അടുത്തെത്തും തോറും എനിക്ക് തോന്നുന്നത് എന്നാന്നറിയോ, ഒരു ഷിപ്പാണെന്ന് തോന്നും. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളവരും തോന്നാത്തവരും ഒക്കെ അടിയിൽ പോരട്ടെ. അങ്ങനെ എത്തി. ആകാംക്ഷകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെ പോയി കണ്ടുപിടിക്കും, എവിടെ നിന്ന് മേടിക്കും എന്നുള്ളതൊക്കെയാണ് കൺഫ്യൂഷൻ. കാരണം പണ്ടത്തെ പോലെ ഇപ്പോൾ മോളിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ഇറങ്ങിപ്പോകാനൊന്നും പറ്റുമല്ലോ. അവിടെ പാർക്ക് ചെയ്ത് താഴെ അറൈവലിൽ പോയിട്ട് എന്നിട്ട് പിന്നെ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകേണ്ടത്. പേരയ്ക്കാലും നമ്മൾ അങ്ങനെ തന്നെ പോവാം എന്ന് വിചാരിച്ച് പോവുക. കാരണം അങ്ങനെ പോയേ പറ്റുള്ളൂ. അങ്ങനെ പോയില്ലെങ്കിൽ 20,000 ദിർഹംസൊക്കെയാണ് ഫൈന്. എന്തിനാ വെറുതെ. അതുകൊണ്ട് നേരെ പോയി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ലിഫ്റ്റ് കയറി കേട്ടോ. അത് കയറി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴറിയണം അത് അവിടേക്കുള്ളതല്ലായിരുന്നു. മണ്ടത്തരം വീണ്ടും പറ്റി. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ പോക്ക് കണ്ടുകഴിഞ്ഞാൽ ഇപ്പം എത്തുമെന്നുള്ള രീതിക്കാണ് നിൽക്കണം. പക്ഷേ ചമ്മിപ്പോയി. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്തത്തെ കയറി വീണ്ടും ഇത് പിന്നെ ഇപ്പോൾ കറക്റ്റായിട്ട് പോവാട്ടോ. എന്നല്ല നിങ്ങൾ കരുതുന്നത്, പക്ഷെ അല്ല. അവിടെ ചെന്നപ്പോൾ അവിടെയും പണിപാളി, അവിടെയും വഴി തെറ്റല്ല. നമ്മൾ ഉദ്ദേശിച്ച് പോണ സ്ഥലമല്ല ആ സ്ഥലം. ആ കൊച്ചു നിൽക്കുന്ന സ്ഥലമല്ല നമ്മൾ ഉദ്ദേശിച്ച് പോണ സ്ഥലം. എങ്ങനെയാണേലും വീണ്ടും ഉള്ളിൽ കയറി കഴിഞ്ഞ് വീണ്ടും ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. ഇതൊക്കെ തന്നെയായിരുന്നു ഫുൾ പരിപാടി. പിന്നെ ഉള്ളിൽ കയറിപ്പോൾ ഇത്ര കാലത്തെ ആണെങ്കിലും പിള്ളേർ ഉള്ളിൽ കയറിപ്പോൾ ഉഷാറായിട്ടോ. അത് നടക്കുക രാവിലെ നല്ലൊരു എക്സസൈസായി. കുറേ അങ്ങ് നടന്നു. എത്ര ദൂരം വേണേലൊക്കെ നടന്നു. എയർപോർട്ടിനുള്ളിൽ കൂടെ കാഴ്ചയൊക്കെ കണ്ട് സുഖമായിട്ട് നടന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫീലൊക്കെ രാവിലെ തന്നെ. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഫീൽ വേറൊരു ഫീലായി മാറുമെന്ന് മാത്രം. അയ്യോ എൻ്റെ മുന്നേ അങ്ങനെ സങ്കടം വരും. അങ്ങനെ കിട്ടി മക്കളെ, സാധനം കയ്യിൽ കിട്ടി. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് 15 മിനിറ്റ് കഴിഞ്ഞെന്നാ. എൻ്റെ പൊന്നു കർത്താവേ, 40 രൂപ അടയ്ക്കേണ്ട വന്നു. 40 രൂപയല്ല, 40 ദിർഹംസ് നമ്മൾ കൊടുക്കേണ്ട വന്നു. ഈശോ, ഓരോ മിനിറ്റ് ഇങ്ങനെ കൂടും തോറും പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 40 ദിർഹംസ് മേടിച്ചു. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു. അങ്ങനെ സാധനമൊക്കെ കിട്ടി. കൊച്ച് നമുക്കെല്ലാം കൊണ്ട് എത്തിച്ച് തന്നു. താങ്ക്സ് മോനെ. പിന്നെ ഇതാ അടുത്ത പണി.
ഗൂഗിൾ മാപ്പ് പണി തന്നിരിക്കുന്നു. യു എയിലിപ്പം ഇപ്പോഴും മാറിയിട്ടില്ല. പല വഴി കൂടെയെങ്കിലും ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ പണി കിട്ടും. ഞങ്ങൾക്ക് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ആദ്യമായിട്ടോ ഇങ്ങനൊരു പണി കിട്ടുന്നത്. വഴി തെറ്റിപ്പോയി. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ വീട് പിടിക്കട്ടെ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.